അതെ, മോത്തി പറഞ്ഞതുപോലെ ആ പോകുന്ന നിര നമുക്കിങ്ങനെ കാണാം. നല്ല ടീമൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഒരു വലിയ ടീമിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. അത് മോത്തി പറഞ്ഞതുപോലെ ഇതൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റുകയാണ് എല്ലാവരും. അവർ വന്ന് വെറുതെ പൊങ്കാലയിട്ട് പോവുകയല്ല, ഒരു 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം അവരുടെ ജീവിതത്തിലെ വർഷത്തിലൊരിക്കലുള്ള ഒരു മനോഹരമായ എക്സ്പീരിയൻസ് ആണ് അവരെ സംബന്ധിച്ച് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. സാഹോദര്യത്തിൻ്റെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പം നമ്മുടെ കയ്യിലൊരു സാധനം ഇല്ലെങ്കിൽ അപ്പുറത്ത് അതുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് അതെടുക്കും. അങ്ങനെ ഒരു മനോഹരമായ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസിനെ ഏറ്റവും ഭംഗിയാക്കാൻ ഇത്തവണ കോർപ്പറേഷനെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. കോർപ്പറേഷൻ്റെ പുതിയ നഗരസഭ കൗൺസിൽ ചുമതലയേറ്റ ശേഷം ആദ്യത്തെ പൊങ്കാലയാണ്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ, പ്രിയപ്പെട്ട രാജേഷ് ചേട്ടൻ വളരെ വളരെ സന്തോഷമായി പൊങ്കാല ഭംഗിയായി തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലേ? വളരെ ഏറെക്കുറെ ഞങ്ങളുടെ ജോലി ഞങ്ങളുടെ പകുതി ജോലി ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും വളരെ സന്തോഷത്തോടെ മനോഹരമായി നന്നായിട്ട് എല്ലാവരും പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോഴേക്കും നിവേദ്യമാകും. അതിനുശേഷം ഞങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞു. അടുത്ത നിമിഷം തന്നെ ക്ലീനിങ് ആരംഭിക്കുകയാണ്. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എം.ആർ. ഗോവനുണ്ട്, ഞാനും ഗോവൻ ചേട്ടനും കോർപ്പറേഷൻ സെക്രട്ടറി ഇവിടെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഓരോ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലാ പ്രധാന സ്ഥലത്തും ഉണ്ടാവും. അവസാന തൊഴിലാളിയും ഈ ഫീൽഡിൽ നിന്ന് ശുചീകരണം കഴിഞ്ഞ് പോയതിന് ശേഷം മാത്രമേ ഞങ്ങൾ വീടുകളിലേക്ക് പോവുകയുള്ളൂ. വളരെ നന്നായിരുന്നു. മറ്റൊരു പ്രത്യേകത, ഇപ്പം ജനങ്ങൾ കൂടുതലായിരുന്നു. അതായത് പൊങ്കാലയ്ക്ക് മാത്രമല്ല, 2-3 ദിവസം മുമ്പ് തന്നെ ഭക്തജനങ്ങൾ കൂടുതൽ വന്നു. പക്ഷേ ആദ്യത്തെ ചർച്ചയിൽ തന്നെ ഭക്തർ കൂടുതലാകുമെന്ന് കണ്ടുകൊണ്ട് കൂടുതൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു 180 ടിപ്പറായിരുന്നു കഴിഞ്ഞ വർഷമെങ്കിൽ ചവർ മാറ്റാൻ വേണ്ടി ഞങ്ങൾ 200 ടിപ്പറാക്കി. 2500 തൊഴിലാളികളുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ 3500 ആക്കി. പോലീസ്, വനിതാ പോലീസിൻ്റെയാണ് 1750, 1200 ഒക്കെ ഉണ്ടായിരുന്നതിന് 1750 വർദ്ധിപ്പിച്ചു. നിരവധി തവണ മീറ്റിംഗ് നടത്തി. പൊങ്കാലയ്ക്ക് 20 ദിവസം മുമ്പ് തന്നെ ഈ പ്രദേശത്തുള്ള മുഴുവൻ റോഡുകളും ടാർ ചെയ്തു. തലേദിവസമൊക്കെ ടാറി നടക്കുമ്പോഴേക്കും ഈ പൊങ്കാലയുടെ ചൂടുകൂടായിരിക്കുമ്പോൾ സാരിയിലൊക്കെ ടാറ് പിടിക്കും. 20 ദിവസം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിൻ്റെ സന്തോഷം ജനങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് 52 വാർഡിൽ ഒരു ടാങ്കർ വെച്ച് തന്നെ കൊടുത്തു. തിരിച്ച് ആ ടാങ്കറിനെ വിളിക്കുന്നില്ല. ഇനി ശുദ്ധജല പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ ആ ടാങ്കറെ തിരിച്ചു വിളിക്കുള്ളൂ. 8 ടാങ്കറുകൾ ഏത് നിമിഷവും തയ്യാറായിട്ട് ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട്. വാട്ടർ അതോറിറ്റിയും പരമാവധി അവസാന ഘട്ടത്തിലൊക്കെ സഹകരിച്ചു. എന്ന് വെച്ചാൽ അവരൊക്കെ പരമാവധി പരിഹരിച്ചു. അങ്ങനെ ആ മേഘവും മാറിക്കിട്ടി. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ സന്തോഷത്തോടെ നിങ്ങളെ മാധ്യമപ്രവർത്തകരുടെ ഉൾപ്പെടെ മുഖത്തുണ്ട് ആ സന്തോഷം. വളരെ നല്ല രീതിയിൽ പൊങ്കാല. നമുക്ക് ഒരു പക്ഷേ എത്ര പേര് വരുമെന്നൊരു കണക്ക് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തൊരു ഫെസ്റ്റിവലാണ്. മറ്റു നമുക്കൊരു ഊഹമൊക്കെ പറയാം, പക്ഷേ ഇത് കൂടി വരികയാണല്ലോ. അപ്പോൾ ആദ്യം കൗൺസിൽ അങ്ങ് വന്ന ചുമതലയേറ്റ ഒരു പക്ഷേ ആദ്യത്തെ വെല്ലുവിളി, നിങ്ങളെ സംബന്ധിച്ച് ആദ്യത്തെ ടാസ്ക്, വെല്ലുവിളിയല്ല, നിങ്ങളുടെ ആദ്യത്തെ ദൗത്യമാണിത്. അത് ആ നിലയ്ക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നൊരു പ്രതീക്ഷ, കോൺഫിഡൻസ്, അതൊക്കെ എന്തായിരുന്നു? അല്ല, അതിലൊരു ആത്മവിശ്വാസമുള്ള ഞങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മേയറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ ഒക്കെ ആയിട്ട് ആദ്യമായിട്ടാണ്. പക്ഷേ ഞങ്ങൾ പൊങ്കാലയുമായി എല്ലാ തരത്തിലും ഭരണരംഗത്തിൽ നിന്ന് ഇടപെടാൻ പറ്റില്ല എങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷമാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങളെല്ലാ വർഷവും ഉണ്ട്. ഞങ്ങൾ ഇത് കഴിഞ്ഞാലും പൊങ്കാല തിളച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഫീൽഡിൽ പോയിട്ട് എല്ലാ കാര്യവും കൂടെ നിൽക്കുകയാണ്. അങ്ങനെ ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഭരണതലത്തിൽ ഇത് ചെയ്തൊരു സിസ്റ്റം ഞങ്ങളെ പരമാവധി ഉദ്യോഗസ്ഥരൊക്കെ നന്നായിട്ട് സഹകരിച്ചു. സെക്രട്ടറി, അതുപോലെ ഹെൽത്ത് ഓഫീസർ, ഹെൽത്ത് സൂപ്പർവൈസർ, അവരൊക്കെ തന്നെ പരമാവധി സഹകരിച്ചു. പൊതുസമൂഹം നന്നായിട്ട് സ്പോൺസർഷിപ്പിലൊക്കെ, അതൊക്കെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ കണക്ക് പറയുമ്പോഴേക്കും ഒരുപക്ഷെ നിങ്ങളൊക്കെ തന്നെ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള സ്പോൺസർഷിപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ അതൊക്കെ കിട്ടി. സന്നദ്ധ സംഘടനകളെ സഹായിച്ചു. പക്ഷേ ഇത് പറയുമ്പോഴും എനിക്ക് ഇനി ചർച്ച ചെയ്യേണ്ടതെന്നും ഇടപെടേണ്ടതുമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു റെസീപ്റ്റ് ഞാൻ മാതൃഭൂമി ചാനലിന് കാണിക്കുക. ആദ്യമായിട്ടാണ് ചാനലിനാണ് കാണിക്കുന്നത്. SMB സ്കൂളിൻ്റെ PTA ഡെവലപ്മെൻറ്റ് ഫണ്ടെന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത റെസിപ്റ്റാണ്. ഇന്ന് രാവിലെ വന്നൊരു ബസ്, 8 മണിക്ക് വന്നൊരു ബസ് ഉച്ചയ്ക്ക് 2 മണി വരെ പാർക്ക് ചെയ്യുന്നതിന് ഇതിൽ കോർപ്പറേഷൻ്റെ സീലോ സൈനോ ഒന്നുമില്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഒന്നുമില്ല, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇല്ല. ഞാൻ വിളിച്ചപ്പോൾ PTA പ്രിൻസിപ്പൾ അറിഞ്ഞിട്ടില്ല, HM അറിഞ്ഞിട്ടില്ല, അല്ല സ്കൂൾ പ്രിൻസിപ്പൾ അറിഞ്ഞിട്ടില്ല, HM അറിഞ്ഞിട്ടില്ല, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി അറിഞ്ഞിട്ടില്ല. അവിടുത്തെ ഒരു PTA പ്രസിഡൻറ്റും ഒരു PTA എക്സിക്യൂട്ടീവ് മെമ്പറും കൂടെ 100 കുറേ ഉണ്ട്, ഒരു കെട്ടുണ്ട് വാഹനങ്ങളിൽ നിന്ന് പണം പിരിച്ചിരിക്കുന്നു. ഇതറിഞ്ഞുകൊണ്ട് M.R. ഗോവൻ ചേട്ടനും ഞാനും സെക്രട്ടറിയും കൂടെ അവിടെ പോയപ്പോൾ വാഹനക്കാരെ കൂടെ വന്നു. ഞങ്ങളിതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പണം ഇയാളുടെ പോക്കറ്റിൽ നിന്ന്, PTA എക്സിക്യൂട്ടീവ് മെമ്പറുടെ പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് തിരിച്ചു കൊടുത്തു. തമ്പാനൂർ സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുക. ഞങ്ങൾ ഒഫീഷ്യൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ വിളിച്ച് ഫോണിൽ കിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസിനെ ധരിപ്പിച്ചു. അവർ പൂർണ്ണ പിന്തുണയാണ്. ഇക്കാര്യങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് ഈ തെറ്റായ പ്രവണതകൾക്ക് എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ സ്റ്റിക്കർ, ഞാൻ ഇന്നലെ പോയപ്പോഴേക്കും 400 രൂപ ഒരു ഓൾട്ടോ കാറിന് 400 രൂപ ഒരാൾ കൈയാണിച്ച് നിർത്തി പറഞ്ഞു. ഇറങ്ങി അന്വേഷിച്ചു, ബാക്കി പണം തിരിച്ചു കൊടുപ്പിച്ചു. ഇന്നലെ രാത്രി, അത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, ഒരു കാറിന് 750 രൂപ വാങ്ങിച്ചതിൻ്റെ റെസിപ്റ്റ് രാത്രി 1:30 മണിക്കാണ് അറിഞ്ഞാൽ. 1:30 മണിക്ക് തന്നെ ഗ്രൗണ്ടിൽ പോയി.
കണ്ടുപിടിച്ചു. അത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ പറയേണ്ട കാര്യം. അപ്പോൾ ഈ പാർക്കിങ്ങിൻ്റെ പേരിൽ വളരെ വലിയ കൊള്ളയാണ് ഭക്തരിൽ നിന്ന് വാങ്ങുന്നത്. അടുത്ത വർഷം ഏറ്റവും ഗൗരവമായി കോർപ്പറേഷൻ്റെ നിയമം അനുസരിച്ച് പരമാവധി ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ പാർക്കിംഗ് സൗജന്യമാക്കണം. ഇനി ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾ അതിൽ ബിസിനസ്സായി ചെയ്തുവെങ്കിൽ കോർപ്പറേഷൻ നിയമം അനുസരിച്ച് നിയമാനുസരണം തീരുമാനിക്കുന്ന പണമല്ലാതെ ₹1 പോലും വാങ്ങാൻ സമ്മതിക്കില്ല. അതിൻ്റെ പേരിൽ ഒരു മാഫിയയോടെ പ്രവർത്തിക്കുകയും വേണ്ട, അങ്ങനെ ആരും അനുവദിക്കുകയില്ല. അതുകൂടി അടുത്ത വർഷത്തെ തയ്യാറെടുപ്പുകൾ ഞങ്ങൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തും. ഉറപ്പായും വളരെ ഗൗരവമുള്ളൊരു കാര്യമാണത്. ഇനി അടുത്തത് പൊങ്കാല ഒരു വിസ്മയമാണെന്ന് നമ്മൾ പറയും. അതിനേക്കാൾ വിസ്മയമായിട്ട് നമ്മളെപ്പോഴും പറയാറുള്ളത് മണിക്കൂറുകൾക്കകം ഈ നഗരം പഴയതുപോലെ ആവുന്ന ഒരു അത്ഭുതമാണത്. അതിന് ഉള്ള തയ്യാറെടുപ്പ് എന്താ? നിങ്ങൾ നോക്കിക്കോ, ഞങ്ങൾ അതിലെല്ലാ തരത്തിലും പ്രിപ്പയർ ആയി കഴിഞ്ഞു. 3500 തൊഴിലാളികൾ ഉണ്ട്. ഇനി തൊഴിലാളികളുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും കൂടുതൽ എത്തേണ്ട ചില സന്നദ്ധ സംഘടനകൾ തയ്യാറായിട്ട് അവരും തയ്യാറായിരിപ്പുണ്ട്. അവർക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ 200 ടിപ്പറുകൾ ഈ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇന്നലെ വൈകുന്നേരം തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം ആൾക്കാർ പോയി കഴിഞ്ഞാൽ വാഹനം കയറ്റാൻ പറ്റില്ലല്ലോ. ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ, ഗ്ലൗസ്, ബ്ലീച്ചിങ് പൗഡർ ഇതെല്ലാം വാങ്ങിക്കഴിഞ്ഞു. നഗരം വൃത്തിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ നിന്ന് കഴുകി വൃത്തിയാക്കാനായിട്ട് ഈ ഷവർ അതൊക്കെ അവരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തു കഴിഞ്ഞു. കൃത്രിമ മഴ പെയ്യിച്ച് നഗരം ഒരു രാത്രിയോടുകൂടി കഴുകി ശുദ്ധീകരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ്. ഞങ്ങളൊക്കെ തന്നെ നല്ല ആത്മവിശ്വാസത്തിനും ആവേശത്തിലുമാണ്. ഈ പൊങ്കാലയുടെ ആവേശത്തിനൊടുവിൽ എല്ലാവരും പൊങ്കാലയുമായി സ്വന്തം വീടുകളിലേക്ക് മടങ്ങും, നാടുകളിലേക്ക് മടങ്ങും. പക്ഷേ അത് കഴിഞ്ഞുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇത്തവണ അത് വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിലൊക്കെ ശുചീകരിക്കുക എന്നുള്ളതാണ്. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ വൃത്തിയാക്കുന്നത്. അതൊരു പ്രത്യേക കഴിവാണെന്ന് എപ്പോഴും ഞാൻ തീർച്ചയായിട്ടും മുൻപുണ്ടായിരുന്നതിനേക്കാൾ വൃത്തിയായി തലസ്ഥാന നഗരിയെ മാറ്റുന്ന ഒരു കാഴ്ച. ഇപ്പം നമുക്ക് എവിടെ നോക്കിയാലും റോഡുകളുടെ ഇരുവശങ്ങളിലായി ആ പൊങ്കാല കലങ്ങളിലും അടുപ്പ് കൂട്ടി കരിഞ്ഞടഞ്ഞ ആ ഒരു കരിപ്പുകയും അങ്ങനെയുള്ള കാഴ്ചകളും വാഴയിലയും പേപ്പറും ഒക്കെ ചുരുണ്ടുകൂടി കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക. പക്ഷേ ഒരു 3-4 മണിക്കൂറിന് ശേഷം വന്ന് നോക്കിയാൽ ഇവിടെ ഇങ്ങനെ ഒരു പൊങ്കാല മഹോത്സവം ഇന്ന് നടന്നോ എന്ന് അത്ഭുതപ്പെട്ടു പോകും. അത്രയധികം ക്ലിയർ ആക്കിയിട്ടുണ്ടാകും റോഡിന്റെ ഓരോ വശങ്ങളും. അതിനായി പ്രത്യേകം ശുചീകരണ തൊഴിലാളികളുടെ വിന്യാസവും വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്.